വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് വാരണാസിയിലാണ്. വാരണാസി നവംബർ 15-ാം തീയതി ദേവ് ദിവാലി നടക്കുകയാണ്, അറിയാലോ അല്ലേ? അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിൽ നിന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രെയിൻ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നാണ് ആ ദിവാലി നടക്കുന്നത്. ഇപ്പോൾ സമയം 5 മണി ആയതേ ഉള്ളൂ, നല്ല ഇരുട്ടായിട്ടുണ്ട്. ദീപങ്ങൾ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരികയാണ്. എല്ലാ സൈഡിലും ഫുൾ ആൾക്കാർ കയറി നല്ല തിരക്കോട് കൂടിയിട്ട് ദീപം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കഷ്ടപ്പെട്ട് കയറിയേക്കണം. കറക്റ്റ് 12 മണിയാകും, അല്ല ഒരു 8 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഫയർ വർക്ക് തുടങ്ങും. ഫയർ വർക്ക് തുടങ്ങും. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഷോയും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ശിവാല ഘട്ടിലാണ്. പടക്കൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ട് ശിവാല ഘട്ടിലാണ് കേട്ടോ. കാണിച്ചു തരാം, വിശേഷങ്ങൾ കാണിച്ചു തരാം. സോ ഇൻട്രോ കണ്ടില്ലേ? ഇത് ഞാൻ റൂമിൽ നിന്ന് ദേവ് ദിവാലി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ദേവ് ദിവാലി, അതായത് നവംബർ 15-ാം തീയതി നടക്കുന്ന ദേവ് ദിവാലി കാണണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു 2-3 ദിവസം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നാണ് ദേവ് ദിവാലി നടക്കുന്നത്. ഇത് കണ്ടിട്ട് വേണം എനിക്കിന്ന് രാത്രിത്തെ ട്രെയിനിന് തന്നെ കയറിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കാണ്. പകൽ സമയങ്ങൾ അവിടെ ഇവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് വൈകുന്നേരമാണ് ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാനുള്ള ഡ്രസ്സിലൊക്കെയാണ് ഇറങ്ങിയേക്കണത്. നോക്കൂ, ഭയങ്കര തിരക്കാണ്. പിന്നെ എല്ലാവരും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ശിവാല ഘട്ടിക്കടെയാണ് കേട്ടോ ഇറങ്ങണത്. എനിക്ക് താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഈസിയസ്റ്റ് വേ ഇതായിരുന്നു. അതുകൊണ്ടാണ് ശിവാല ഘട്ടിക്കടെ ഇറങ്ങിയിട്ട് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കയറിയത്. 5:30 ആയിട്ടേ ഉള്ളൂ. നല്ല തിരക്കാണ്. നോക്കിയേ, കണ്ടോ? 5:30 ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഇരുട്ടാവാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലാണ് പിന്നെ ഫയർ വർക്ക് നടക്കുന്നത്. ആ കാണുന്ന ബോട്ടുകളൊക്കെ ഇല്ലേ, ആ ബോട്ടിലൊക്കെ കയറിയിട്ട് ഇപ്പൊ പെർ ഹെഡ് 3000 രൂപയായിട്ട് ഒരു ബോട്ടിങ്ങിന്റെ റേറ്റ് വന്ന പെർ ഹെഡ് വരുന്നത്. ആരോ കാര്യമായിട്ട് പോകുന്നുണ്ട്, സൈഡ് കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാൽ അപാര തിരക്കാണ്. ഇനി 7 മണി വരെ നമ്മളിവിടെ നിൽക്കണം. 7-8 മണി 8 മണി ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ആ തിരക്കിന് മുന്നേ ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണാനാണ് ഞാനിവിടെ വന്നത്. ഒരു ട്രെയിനിലൊക്കെ കയറി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു ഫെസ്റ്റിവല് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇവിടെയൊക്കെ ദീപം ഓരോരുത്തർ കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കി. ഇവിടെ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ പൂജ നടക്കാൻ പോകുന്നുണ്ട്, ദീപമൊക്കെ കത്തിക്കാൻ. ഇവിടെ ആരതി നടക്കാൻ പോകണ്ട. ഇത് ശിവാല ഘട്ടിൽ നിന്നിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇതിപ്പോ അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കണം. ഇവിടെയൊക്കെ ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരും എണ്ണ തീ ഒക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിരാതിൽ. അങ്ങനെ ചിരാത് കത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ദീപാവലി ആവാനായിട്ടുണ്ട്. ആരതി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആരതിയുടെ കൂടെ തന്നെയാണ് ഈ പിന്നെ ദിവാലി സെലിബ്രേഷനും അവിടെ നടക്കുന്നത്. സോ നല്ല ക്രൗഡഡ് ആണ് ഇപ്പം തന്നെ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും ലൈറ്റ്സ് വരും. പിന്നെ അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട്, പിന്നെ ഫയർ വർക്ക് ഉണ്ട്. എല്ലാം വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം പതുക്കെ പതുക്കെ ഓരോ സൈഡിലായിട്ട് ഓരോരുത്തരായിട്ട് ദീപാവലിയുടെ ആ ചിരാത് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരാന്നറിയത്തില്ല. ഇതെല്ലാവരും ചെയ്യൊക്കെ വിളിച്ച് ഭയങ്കര അവിടുത്തെ എന്തോ ആരെങ്കിലും ആയിരിക്കും, ഫേമസ് ആയിട്ടുള്ള ആരോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് കസേരയൊക്കെ പുറകെ കൊണ്ടിരുന്നുണ്ട്. അദ്ദേഹം വന്നു. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ അദ്ദേഹമാണ് ദീപാവലിയുടെ ദീപം ഫസ്റ്റ് തെളിയിക്കണത്. അതിന് ശേഷമാണ് എല്ലാവരും താഴെയുള്ളവർ. മുകളിലൊക്കെ കുറച്ച് പേരിങ്ങനെ തെളിയിക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ ലൈറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് തിരി കൊടുത്തു. അദ്ദേഹം തിരി തെളിയിച്ചതിന് ശേഷം ലൈക്ക് എന്താ പറയുക, നമ്മുടെ ഇവിടെ ഇനാഗ്രേഷൻ എന്ന് പറയുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവ് ദിവാലി ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം വന്നിട്ട് ആ ഒരു തിരി തെളിയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാക്കി പരിപാടികളൊക്കെ അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനും
ഞാൻ നിന്ന സ്ഥലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതുപോലെ ഒരുപാട് ദീപം തെളിയിക്കുന്നുണ്ട്. അത് ഞാനും തിരിയെടുത്ത് തെളിയിച്ചു കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു തിരി തെളിയിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് തിരി തെളിയിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഭയങ്കര രസം ഭംഗിയാണെന്നറിയാമോ ഈ ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞ് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ്. ഞാൻ ആ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ നോക്കി വയ്ക്കുക. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ അങ്ങനെയൊന്നും ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. ഞാൻ കാണാൻ വന്ന ആ ഒരു ദേവ് ദിവാലി എന്ന് പറയുന്നത് ഭയങ്കര എന്തോ വലിയ സംഭവങ്ങളൊക്കെ കണ്ടു. പക്ഷേ വാരണാസി കാണാൻ പറ്റി. എൻ്റെ ആ വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപക്ഷെ എല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കണ്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. വാരണാസി എന്ന് പറയുന്ന ഈ സ്ഥലം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് അമ്പലങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. അത് ഒരിക്കലും വൺസ് കണ്ടാൽ മതി. ആ ഒരു കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നടക്കുന്ന പൂജകളും ആരതികളും ഒക്കെ അവിടുത്തെ ഒരു എല്ലാം കാണാൻ പറ്റിയൊരു സമയമാണ്. അങ്ങനെ ഈ ദീപങ്ങളൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഫയർ വർക്ക് തുടങ്ങുമായിരിക്കും ഇപ്പോൾ ഒന്നും കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ തിരി തെളിയിച്ച് വെച്ച തിരി പിന്നെ കെടാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. കെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒത്തിരി സമയം അതങ്ങനെ തിരി ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ തിരിയൊക്കെ അണയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിലേക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഏതൊക്കെയോ ഭാഗത്താണ്. കാരണം ഈ തിരക്കിനിടയിൽ ഓരോരുത്തർ അവിടെ ഇവിടെ. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഇപ്പം അന്ന് പരിചയപ്പെട്ട അവിടെ നിന്ന് ഇതിലേക്ക് നടന്നപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ പരിചയപ്പെട്ട 2-3 പയ്യന്മാരുണ്ടായിരുന്നു. അവന്മാർ ഈ സൈഡിൽ എൻ്റെ അടുത്ത് എവിടെ നിൽക്കുന്നുണ്ട്. പിന്നെയും ചില സമയത്ത് അവരെ നോക്കുമ്പോൾ അവരെയും കാണാൻ പറ്റത്തില്ല. അവർ ഡൽഹിയിൽ മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്യുന്ന പയ്യന്മാരായിരുന്നു. അത് അവിടുന്ന് വാരണാസി ചെന്നതിന് ശേഷം പരിചയപ്പെട്ട. അങ്ങനെ ലേസർ ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലേസർ ഷോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും നമുക്ക് ഈ ശിവാലഘട്ടിലല്ലായിരുന്നു ഇത് കാണാൻ നിൽക്കേണ്ടത്. ഞങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും അവിടെ നമ്മൾ 2-3 പേരെ പരിചയപ്പെട്ടായിരുന്നു. അപ്പം ആ പയ്യനൊക്കെ ഞങ്ങളെ ഇവിടെ കൊണ്ടേ വിട്ടത്. ഇവിടെ നിന്നാലും കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ കുറച്ച് അങ്ങ് പോയിട്ട് മണികർണിക ഘട്ടിലൊക്കെ പോയി നിൽക്കണമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടായിട്ട് ഈ ലേസർ ഷോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ഈ അവിടെ കുറേ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കുറേ ബോട്ട് കണ്ട. ആ ബോട്ടിൽ കയറിയിട്ട് പോകണമായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല ഇതൊക്കെ മലയാളികളാണ് കേട്ടോ ഈ പയ്യന്മാരൊക്കെ. ബോട്ടിൽ കയറിയിട്ട് നമുക്കിത് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ആ സൈഡിൽ ഫയർ വർക്ക് നടക്കുന്നതും ഇവിടുത്തെ ലേസർ ഷോ ഒക്കെ കാണാൻ പോകാൻ പറ്റും. പക്ഷേ ദേവ് ദിവാലിയുടെ സമയത്ത് നല്ല റേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പെർ ഹെഡ് 500 പിന്നെ 100 രൂപയ്ക്കൊക്കെ ഞാൻ ജസ്റ്റ് പോയിട്ടുണ്ട്. അതിലേക്കിടെ 100 രൂപ. പിന്നെ ദേവ് ദിവാലിയുടെ തലേദിവസം 500 രൂപ. ദേവ് ദിവാലിയുടെ അന്ന് 3000 രൂപയാണ് പെർ ഹെഡ്. ചിലപ്പോൾ 5000 രൂപ, ചില ബോട്ടിന് 5000 രൂപ. എന്നിട്ട് എന്താ കാണുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. ബോട്ടിൽ കയറി ഇരുന്നിട്ട് ഈ ലേസർ ഷോ കാണാൻ പറ്റും, ഫയർ വർക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഭയങ്കര തിരക്കുമായിരിക്കും. ബോട്ടിനകത്താണെന്നുണ്ടെങ്കിലും കാല് കുത്താനും കൈ കുത്താനും സ്ഥലം ഉണ്ടാവത്തില്ല. നമ്മളിവിടെ അങ്ങ് നിന്നു. അപ്പോഴത്തേക്കും സമയം ഏകദേശം 5:30-6 മണി 6:30 ആവാനായിട്ടുണ്ടായിരുന്നു. നമുക്കാകെ ഇനി കുറച്ച് സമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. ഈ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ ഏകദേശം 3 കിലോമീറ്റർ 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെയും ലേറ്റായി പോകും. ഓരോരുത്തരും ഇത് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലേസർ ഷോ അവിടെ ഇങ്ങനെ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിയാനായിട്ടുണ്ട്. ഇനി ആരതി ഉണ്ട്. നമ്മൾ നിൽക്കുന്ന അവിടെയും ചെറിയൊരു ആരതി നടക്കുന്നുണ്ട്. പിള്ളേരെന്ന് വെച്ചാൽ ലൈക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ആരതി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ വെളിച്ചമൊക്കെ കണ്ടില്ലായിരുന്നു. അവിടെ ആരതി നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ലേസർ ഷോ കുറച്ച് സമയമുള്ളൂ. പക്ഷെ നമ്മൾ ഈ സൈഡിൽ നിന്ന് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ഫയർ വർക്ക് ഇങ്ങനെ നമ്മളുടെ ആ നിൽക്കുന്ന സ്ഥലത്തും ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. പക്ഷെ ഓൾറെഡി അപ്പുറത്തെ സൈഡാണ്. ഇത് ആരതി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ ഞാൻ വാരണാസി വന്നിട്ട് എനിക്ക് തോന്നുന്നു 5-6 ആരതിയാണ് ഞാൻ കാണുന്നത്. കേട്ടില്ലേ,
രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു ആരതി ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഗംഗാദേവിയെ പൂജിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. നദിയുടെ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിന്നിട്ടാണ് ഇവർ ഈ ആരതി നടത്തുന്നത്. എല്ലാ ഘട്ടുകളിലും ഇല്ല, അസീ ഘട്ടിലുണ്ട്, പിന്നെ വേറൊരു ഘട്ടിലുമുണ്ട്. ഞാൻ പേര് മറന്നുപോയി, വന്നിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് മറന്നുപോയി. അപ്പോൾ 2 സ്ഥലത്താണ് ആരതി നടക്കുന്നത്. രാവിലെ വൈകുന്നേരം ഉണ്ടാകും. രാവിലെ മോർണിംഗ് ആരതിയും ഈവനിങ് ആരതി 6:30 ആ സമയത്താണ് അടുത്ത ആരതി നടക്കുന്നത്. പിന്നെ ഇന്ന് ഈ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ പല പല ഘട്ടിലിങ്ങനെ ആരതി നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ആരതികളാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ വീഡിയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആരതിയുടെ മാത്രമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറേ ഫയർ വർക്ക്. പക്ഷെ ഞാൻ ആലോചിക്കുക, ഞാൻ വിചാരിച്ച കുറേ ഇങ്ങനെയൊന്നും അല്ല, വേറെ എന്തൊക്കെയോ കുറേ പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളുടെ അത്രയും ഒന്നും ആയിട്ടൊന്നുമില്ല. ഇതിനേക്കാളും നല്ലത് നമ്മുടെ പാലക്കാട്, തൃശ്ശൂർ, ഉത്രാളിക്കാവ് പൂരം അതായിരുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ വീഡിയോ എല്ലാം ഇപ്പൊ വരും കേട്ടോ. അതേ വരുന്നു ഇതെന്താണെന്നറിയോ, തിരക്ക് കൂടിയപ്പോഴത്തേക്കും മോളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ തള്ളി വരും. അപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വീഴാൻ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടുത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ആവാനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒക്കെ ബോട്ടുകളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും എല്ലാം അടുപ്പിച്ച് വന്നിട്ടുണ്ട്. എന്താ ഒച്ച, എല്ലാം അടുപ്പിച്ച് വന്നു. ഇതിപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഭയങ്കര ലോങ് വ്യൂ ആണ്. ഇത് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സൈഡിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഭയങ്കര രസമായിരുന്നു അപ്പുറത്തെ സൈഡിൽ. പിന്നെ ബോട്ടിലൊക്കെ ഉള്ളവർ കണ്ടില്ലേ, കുറേ പേര് ബോട്ടിലൊക്കെ 3000 രൂപയൊക്കെ കൊടുത്തിട്ട് ബോട്ടിൽ പോയിട്ടുണ്ട്. അവർക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ നിന്നത് ശിവാലാഘട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഭയങ്കര ഓവർവ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യൂ ഉണ്ട്. എല്ലാവരും ഇതാ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ കഴിയും കേട്ടോ ഈ പരിപാടി. ഇപ്പം തന്നെ ഇവിടെ അവസാനിക്കും. കാരണം ലേസർ ഷോ കഴിഞ്ഞു, ആരതി കഴിഞ്ഞു, അപ്പോഴത്തേക്കും അവിടെ ഫയർ വർക്കും സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ ഞാൻ കാണാൻ വന്ന ഒരുപാട് നാള് റീലും വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ട് വാരണാസി എന്ന് പറയുന്ന ഈ ഒരു പുണ്യഭൂമി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അങ്ങനെ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും അവിടുത്തെ കൾച്ചേഴ്സ് കാണാനും അവിടെ നടക്കുന്ന മെയിൻ ഫെസ്റ്റിവൽ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ കുംഭമേളയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം, ഇപ്പോഴടുത്തില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കുംഭമേള കാണാൻ പോകണം. അങ്ങനെ ഏകദേശം ഇത് ഞാൻ ഫോക്കസ് ഔട്ടാണല്ലോ. ഇത് ബാക്കിലോട്ട് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഫോക്കസ് ഔട്ടൊക്കെ കാണും. പല പല പ്രശ്നങ്ങളും കാണും. എന്നാലും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ വർക്ക്സും അവിടെ ആൾക്കാർ ഓരോന്ന് കാണിക്കുന്നതും നോക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം അങ്ങനെ 2 വർഷം ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വാരണാസി പോയിട്ട് ദേവ് ദിവാലി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. ഒരുപാട് പേര് ആരതിയുടെ വീഡിയോസും പിന്നെ ഇതുപോലെ ദേവ് ദിവാലി നടക്കുന്ന ആ സമയത്തുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്ന കാണുമ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് ഇത് നേരിട്ട്. നമ്മൾ പല കാഴ്ചകളും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ, അതുപോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പിന്നെ ഈ ക്യാമറയിൽ എത്രത്തോളം ഭംഗിയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കാണുന്ന ആ ഒരു ഫയർ വർക്ക്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഫയർ വർക്ക്സ് ഒന്നും വലിയ സെറ്റായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നമ്മുടെ തൃശ്ശൂർ പൂരം അല്ലെ ഉത്രാളിക്കാവ് പൂരം, മരട് വെട്ടിക്കെട്ട്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും അല്ല. മേ ബി ഇനി ദൂരെ നിന്ന് കണ്ടത് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളി നമ്മുടെ തൃശ്ശൂർ ഗഡികളോടാണ്. അവരെ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. പിന്നെ അവിടുത്തെ വെടിക്കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവിടെ ചെറിയ ചെറിയ വെടിക്കെട്ടുകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ അപ്പം അതൊക്കെ ഇനി എല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ലേസർ ഷോയിലേക്ക് ഫോക്കസ് കൊടുത്തു. ഫയർ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ വീണ്ടും ബോട്ടുകൾ ഇങ്ങനെ വന്നു. പിന്നെ ഇത് അവിടുത്തെ അവിടുത്തെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊരു നേർച്ചയാണ്. കപ്പിൾസ് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തിരി കൊളുത്തിയിട്ട് മുകളിലേക്ക് വിടാം. നല്ല രസം അതിങ്ങനെ പോകുന്നതാണ്. അവൻ്റെ ഇതുണ്ട എൻ്റെ കയ്യിൽ റീലാന്ന് തോന്നുന്നു. ഈ പെൺകുട്ടി ഇങ്ങനെ അതെ ഇവരവിടെ കണ്ടാത് വിട്ടത് നമ്മുടെ കല്യാണരാമൻ ഫിലിമിലെ ഇവിടെ കഥയിലെ രാജകുമാരൻ. അവർ വെള്ളത്തിലാണ് ദീപം ഒഴിക്കുന്നത്, ഇവർ മുകളിലേക്ക് പറത്തി വിടുന്നത്. അതൊരു ആചാരമാണ് കേട്ടോ. അതൊരു അവരെടുത്ത് എന്തെങ്കിലും ഒരു വിശ്വാസമായിരിക്കാം, മേ ബി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ദേവ് ദിവാലി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എൻ്റെ ട്രെയിനിലെ ഒരു സാഹസിക യാത്ര അതും കൂടെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സീസൺ, അതായത് ദേവ് ദിവാലി വാരണാസി സീസൺ തീർന്ന് അടുത്ത ഒരു എക്സൈറ്റിംഗ് ട്രാവൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാനിനി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോസും ഇനി വലിയ വരും. അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഞാനിനി പതുക്കെ ഇവിടെ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ട്രെയിൻ മിസ്സാവും. ഞാൻ ഇറങ്ങാൻ പോവാണ് ഗൈസ്. കഴിഞ്ഞോ ഇല്ലയെന്ന് അറിയത്തില്ല. ഫയർ വർക്ക് കണ്ടില്ല, അങ്ങേ സൈഡിലായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പൊ സമയം 9 മണിയായി. എനിക്ക് ചെറിയൊരു പണിയും കൂടെ കിട്ടി. അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോവാണ്. എൻ്റെ ടിക്കറ്റ് 7 വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഇപ്പോൾ ഇത് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടിൻ്റെ മെസ്സേജ് വന്നു. അതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് പോട്ടെട്ടോ, അല്ലെ വീണ്ടും ഇങ്ങോട്ട് വന്നതിനേക്കാൾ വലിയ ദുരന്തമാകും. സോ എന്താകുമെന്ന് അറിയത്തില്ല. റെയിൽവേ സ്റ്റേഷനിലൊന്ന് പോട്ടെ. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.